Then, about the word hang. തൂക്കിയിടുക. Hanger, all of you know, we are so familiar. Hanger. വീട്ടിലുണ്ടല്ലോ നമുക്ക്. നമ്മുടെ ഷർട്ടോ വസ്ത്രങ്ങളോ നിങ്ങളുടെ ചുരിദാറോ ഒക്കെ തൂക്കിയിടാൻ ഉപയോഗിക്കുന്ന ഒന്ന് ഹാങ്. അപ്പോൾ ഹാങ് ഹാസ് ടു V2. ഹാങ് തൂക്കിയിടുക എന്ന അർത്ഥത്തിലാണ്. ഹാങ് ഹങ് തൂക്കിയിട്ടു. നെക്സ്റ്റ് വൺ ഹങ് തൂക്കിക്കൊന്നുകൊണ്ടാണ്. ഹാങ് ഹാങ്ഡ് തൂക്കിലേറ്റി. ഹാങ്ഡ് ഹി വാസ് ഹാങ്ഡ്. അയാൾ തൂക്കിലേറ്റപ്പെട്ടു എന്നാണ്. ഹി വാസ് ഹാങ്ഡ്. അല്ലാതെ ഹി വാസ് ഹങ് എന്നല്ല പറയുന്നത്. ഹി വാസ് ഹാങ്ഡ്. റിമെമ്പർ ദ വേർഡ്. Then and opened then shade and not so wide and hung them up. I opened the 2 windows in the room. Then he opened the 2 windows because he wanted some air. That was the room was so hot. It was summer. It was not at all electrified. So there was no way to use fan. So he opened the windows. That was the only way to get air. It was an outer room with one wall facing the open. That is a beautiful description of the room. ആ റൂമിൻ്റെ പ്രത്യേകത, ആ റൂമിലെ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇറങ്ങുന്നത് പുറഭാഗത്തുള്ള നമ്മൾ പറഞ്ഞ വരാന്ത എന്ന് പറയുന്ന ഒരു ഭാഗം. പക്ഷേ ഇതൊക്കെ തന്നെ ഒരു ത്രികോണ ആകൃതിയിൽ ഒരു ചുവരുമായി ബന്ധിച്ച് ചുവര് ചേർന്ന് 2 ചുവരുകൾ ചേർന്ന് പോകുന്ന ഭാഗം നിങ്ങൾ കണ്ടി. ഒരു ചുവരും മറ്റൊരു ചുവരുമായി യോജിക്കുന്ന ഭാഗം. അവിടെ ഒരു ആംഗിൾ, ഒരു ത്രികോണം അവിടെ ഫോം ചെയ്യും. അതേ ആകൃതിയാണ് ഇവിടെ വിവരിക്കുന്നത്. ഇറ്റ് വാസ് an outer room with one wall facing the open yard. തുറന്നാൽ പുറത്തേക്കുള്ള വഴിയായി open yard. It had a tiled roof with long supporting gables. It was a tiled wall and supported by gables. It was supported by gable. Gable means the upper part of the end wall of a building. ശരിക്കും പറഞ്ഞാൽ ത്രികോണ ആകൃതിയിലുള്ള ചുവർ. ഒരു ത്രികോണാകൃതി, 2 ചുവരുകൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ ത്രികോണാകൃതി ഉണ്ടാകും. ആ ത്രികോണാകൃതിയിലുള്ള ചുവർ, ആ ചുവരിൽ ബീം വച്ചിട്ടുണ്ട്. ആ ബീമിലാണ് കഴിക്കോലുകൾ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ബലപ്പിച്ച് നമ്മുടെ വീട്ടിലെ പഴയ ഓടിട്ട വീടോ മറ്റോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ടെറസ് ആണെങ്കിൽ ഒരുപക്ഷെ ഈ ടെറസ് ആണെങ്കിൽ ബീം നിങ്ങൾ കണ്ടിരിക്കും. വീട്ടിൻ്റെ ബലം കൊടുക്കുവാൻ വേണ്ടി റൂമിനെ മധ്യത്തുമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ കാണുന്ന ബീം അത് തന്നെയാണ്. ഇവിടെ ആണെങ്കിൽ നമ്മൾ പറയുന്ന ഉത്തരം എന്ന് പറയും. പഴയ വീടുകളിൽ നമ്മൾ പറയും ഉത്തരം. അപ്പോൾ കഴിക്കോലുകൾ വന്ന് ഈ ഉത്തരത്തിൽ കൊള്ളിച്ചിരിക്കുന്നു. പഴയ വീടുകൾ നോക്കിയാൽ കാണാൻ കഴിയും. Rested on the beam. About those rested on the beam. About beam was on it over the wall. There was no ceiling. അവിടെ സീലിംഗ് ഇല്ല. There was ceiling ആണ് പിന്നെ മച്ച് തട്ട്. സാധാരണ തട്ടില്ല. സാധാരണ പഴയ വീടുകൾ ബംഗ്ലോ എന്നൊക്കെ പറയുന്ന പഴയ വീടുകളിൽ നിങ്ങൾ കണ്ടിരിക്കും മനോഹരമായ തട്ടുകൾ ഇട്ടാണ് അതിനെ മനോഹരമാക്കാറുള്ളത്. അപ്പോൾ കൂടുതൽ അകത്തേക്ക് അടിക്കാറില്ല. There was no ceiling. There was a regular traffic of rats. Regular traffic. അറിയാമല്ലോ. അപ്പോൾ എലി നിരന്തരമായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ട്രാഫിക്കാണ്. അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരെ ഇങ്ങനെയൊക്കെ. അപ്പോൾ at the same then what happened? They produce certain sounds also. That was we have seen that. We have heard that the doctor described. It was a what do you say, familiar. The sound was a familiar. അപ്പോൾ എല്ലാ ദിവസവും അത് കേൾക്കുന്നതാണ്. അതൊരു പരിചിതമായ ശബ്ദം. അതുകൊണ്ട് he didn't give much attention to that sound. It is a usual one. Okay. Of rats to and from the beam, I made my bed and pulled it close to the wall. Then what did the doctor do? The doctor opened the windows. All of you know the reason, because he wants to get air. The next day, what did he do? He pulled his bed
pulled it close to the wall. That means near the window. I lay down. Then he lay down. Lay. Have you heard a lie? Then earlier I told you that certain verbs have two V2 form. Separate people. And we have seen hang, hung. Next, hanged. Like that, here also we are going to see another verb. I lay, kidaku. Lay, the V2 form, kidaku. Lay, lie. Cut. Lie, kidakuga. Lay, kidaku. Then this lie has another meaning. Lie, kallam parayuga. Then kallam paranju, the V2 form, lied. 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 About lied. Oh. Pulled it close to the wall. I lay down, but I could not sleep. He could not sleep. Why? Because the room was so hot. That was the reason. I got up. Get up. Get up means to rise. എഴുന്നേൽക്കുക. I just answer important phrase and verb get up. Got up. Get up. എഴുന്നേറ്റു. ഇവിടെ got up എന്നാണ്. എഴുന്നേറ്റു. And went down to the veranda for a little while. He wanted fresh air because the room was too hot. We have seen that the house was not electrified. No electricity there. Understand that? So he went out for air. Then what happened? Veranda for a little air, but the wind God seemed to have taken time off. Then what happened? He went out to get some fresh air, but unfortunately, no wind at all. So here he beautifully describes that the wind God had gone out. A tour. The tour ne poyilla. Ade avade illa. Time off. That means not there present. It was not present there. Oh, that means it had taken rest. Ade vishramikkukayagam adayittakka. I went back to the room and sat down on the chair. Then he returned. Why? Because he went out and hoping to get something. But now, no wind there. He wanted some wind. The room was too hot, so he went out. But what happened? When he went out, he found that the wind God had taken time off. So he returned to his room. അദ്ദേഹം പുറത്തു പോയി കാറ്റ് കൊള്ളാനാണ്. പക്ഷേ കാറ്റില്ല. അദ്ദേഹം പറയുന്നത് കാറ്റിന്റെ ദേവൻ എന്തോ വിശ്രമത്തിലായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം തിരിച്ച് തന്റെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് കസേരയിലിരുന്നു. I went back into the room and sat down on the chair. There was a chair there. He sat. And you have seen in the picture also, you can see a table in front of him and a chair, then a mirror, a lamp and something else. Okay. Then I opened the box. He opened a box. He has a box and he placed it beneath the table. ആ മേശയുടെ അടിയിൽ അദ്ദേഹം ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. ഇന്നൊക്കെ നമുക്ക് മനോഹരമായ പെട്ടികളൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ട്രങ്ക് എന്നാ പറയുന്ന തകരത്തിൽ തീർത്ത പെട്ടിയൊക്കെ ഉണ്ട്. ഈ ഇന്ന് കാണുന്ന ബ്രീഫ് കേസും സൂട്ട് കേസും ഒക്കെ ഒരു കാലത്ത് അജ്ഞാതമായിരുന്നു നമ്മുടെ ഗ്രാമതലങ്ങളിലൊക്കെ. ഇന്ന് ഏത് വീട്ടിലും അതൊന്നും കാണാനില്ല. ആ തകരപ്പെട്ടികളൊക്കെ ഒന്നും കാണാനില്ല. അതൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ സ്യൂട്ട് കേസാണ്. ഡോക്ടറല്ലേ ഒരു തകരപ്പെട്ടിയെ കൊണ്ട് നടക്കുന്ന മോശമാണ്. Opened the box beneath the table. Beneath means under. Beneath the table and took out a book. So he opened the suitcase. He opened the box and took a text. The name, the materia medica. The materia medica. That's a text related to medicine. Something.
I opened it at the table on which stood the lamp and a large mirror. And you can see in the picture also, text he opened it. What were the things you can see in the picture? In the picture you see a mirror, a lamp, then a book. Okay. Opened it at the table on which stood the lamp and a large mirror. Then a small comb lay beside the mirror. You can see that he opened the text. Then we see a mirror in front of him. Then what? A lamp. Then a comb lay beside. Beside, beside, by the side of. Then another word, the meaning besides means in addition to. Beside and besides, the difference you understand that beside means by the side of. Besides, in addition to, the mirror. You see that. Then, have you any doubt there? No doubt. It's a simple story. Okay. One feels tempted to look in a mirror when it is near. That is quite natural. And it is quite natural. നമ്മുടെ മുന്നിൽ ഒരു മിറർ ഇരുന്നാൽ ആരാണ് അതിൽ നോക്കാത്തത്? നമ്മൾ ആരും അതിൽ നോക്കും. മാത്രമല്ല, യങ്സ്റ്റേഴ്സ്, I took a look. In those days, I was a great admirer of beauty because he was a young man, and he says that he was unmarried. But in the story, really he was married. But here the doctor tries to emphasize that he was unmarried. ഇവിടെ ഈ കഥയിൽ താൻ അവിവാഹിതനാണ് എന്ന് സ്ഥാപിക്കുവാനാണ് തങ്ങളുടെ സുഹൃത്തുക്കളുടെ അദ്ദേഹം ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം വിവാഹിതനാണ്, പക്ഷേ എങ്കിലും അവരുടെ മുന്നിൽ താൻ അവിവാഹിതനാണെന്ന് വരുത്തി തീർക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. I was unmarried was a doctor. So, he was an admirer of beauty. Admire എന്ന് പറഞ്ഞാൽ praise, പുകഴ്ത്തുക. ഇദ്ദേഹം ഒരു സൗന്ദര്യ ആരാധകനായിരുന്നു. പ്രായം അതാണ് അദ്ദേഹത്തിന്. We can imagine that 23 or 24 or 25 years old. Then teenage കഴിഞ്ഞു വന്നതാണ് ഇപ്പോൾ. ഇനി അടുത്ത വിവാഹത്തെ കുറിച്ചൊക്കെ ആലോചിക്കാവുന്ന ടൈം ആയി കഴിഞ്ഞിരിക്കുന്നു. ടീനേജ് മുതൽ തുടങ്ങുന്നതാണ് ഈ സൗന്ദര്യ ആരാധന. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഒരു തൊഴിലൊക്കെ ആകാനുള്ള എന്ന് പറഞ്ഞാൽ നല്ലൊരു പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ഡോക്ടർ എന്നുള്ളതൊക്കെ വന്നതല്ല. കൂടുതലായിട്ട് അദ്ദേഹത്തിന് സൗന്ദര്യ ആരാധന കൂടും. കാര്യം നല്ലൊരു ഡോക്ടറെയൊക്കെ വിവാഹം കഴിക്കണമെന്ന് മനസ്സിൽ സ്വാഭാവികം. ഡോക്ടർ കഴിവതും ഡോക്ടർ വിവാഹം കഴിക്കാൻ കൊതിക്കാറുള്ള സ്വാഭാവികമാണ്. നാച്ചുറൽ വൺ. ഓക്കെ. And a great admirer of beauty and believed in making myself look more handsome. So he wanted to make or to look more handsome. കൂടുതൽ സൗന്ദര്യം ഉള്ളവനാകുവാൻ കൊതിക്കുന്നു. സ്വാഭാവികമാണ്. നല്ല രീതിയിൽ മുഖത്തൊക്കെ എപ്പോഴും നിങ്ങളിലൊക്കെ സാധാരണ കുട്ടികളിലൊക്കെ കാണാറുള്ളതാണ്. നമ്മൾ പുറത്തൊക്കെ പോയി, ഇപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കൂടുതൽ പൗഡറൊന്നും ഇടാനുള്ള സമയം കിട്ടില്ല. സ്വാഭാവികമാണ്. ഇപ്പോൾ കാലത്തെ എഴുന്നേറ്റ് ചാടി എണീറ്റ് ട്യൂഷന് പോയി ഇതിന് പോയി ഒന്നിനും കിട്ടില്ല. അല്ലാത്ത സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേ ഒന്ന് അണിഞ്ഞൊരുങ്ങുക സ്വാഭാവികം, നല്ലതാണ്. അങ്ങനെയൊക്കെ വേണ്ടതാണ്. കുട്ടികളായാൽ അതൊക്കെ ഉണ്ടാകണം. സൗന്ദര്യബോധം വേണം. ഓക്കെ. An admirer of beauty, and I believed in making myself look handsome. So he wanted to make more handsome, to be handsome. Handsome, the beautiful. But the word is used to describe only a man, not woman. Woman ആണെങ്കിൽ എന്ന് പറയും ബ്യൂട്ടി എന്ന്, പുരുഷന്മാർ സുന്ദരനാണെന്നെങ്കിൽ ഹാൻസം. അല്ലെങ്കിൽ നമുക്ക് ഫെയർ. ആ ഫെയർ എന്നുള്ള വാക്ക് രണ്ട് വിഭാഗത്തിൽ ഉപയോഗിക്കും. പെൺകുട്ടികളാണെങ്കിൽ ബ്യൂട്ടിഫുൾ എന്ന് പറയും. അല്ലാതെ ഹാൻസം ആണെന്ന് ഒരു പെൺകുട്ടി നല്ല ഹാൻസം ആണെന്ന് പറയാറില്ല. ചെറുക്കനാണെങ്കിൽ ഓക്കെ, പയ്യനാണെങ്കിൽ ഓക്കെ. And I felt
Then I felt I had to make my and presence well. When I look into the mirror, what do you have got? You will see your reflection in the mirror. കണ്ണാടിയിൽ നോക്കിയാൽ നാം കാണുന്നത് നമ്മുടെ പ്രതിച്ഛായ പ്രതിബിംബമാണ് നമ്മളുടെ. അപ്പോൾ അദ്ദേഹത്തിന് ഉത്സാഹം തോന്നി തൻ്റെ നിഴലതിൽ കണ്ടപ്പോൾ, തൻ്റെ രൂപം കണ്ടപ്പോൾ. Then he wanted to make handsome. So he wanted it. I picked up the comb, all of you know, and ran it through my hair. So he picked up the comb and ran it through his hair. Ran it എന്ന് പറഞ്ഞാൽ തൻ്റെ തലമുടിയിലൂടെ ഓട്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളോട് മലയാളം പറഞ്ഞാൽ ചീകി. ആ തലമുടി ഒന്ന് ചീകി വൃത്തിയാക്കി വെച്ചു. Picked up the comb and ran it through my hair and adjusted the partition. സാധാരണ ഇപ്പൊ പാർട്ടീഷൻ എന്നല്ല, സാധാരണ പണ്ട് കാലത്ത് പെൺകുട്ടികൾ മധ്യത്തൂടെ നമ്മളെന്താ വകുപ്പെടുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. രണ്ട് സൈഡിലേക്ക് അതിന് പിന്നിടുക, അവിടെ റോഡ് വെട്ടികളൊക്കെ മധ്യത്തൊരു വരെ കാണാം, അത് പാർട്ടി ചെയ്യുക. ഇപ്പൊ പാർട്ടീഷൻ ഒന്നും ഇല്ല, വാരി വെച്ചപ്പടി പല പല ഫാഷനൊക്കെ ആയപ്പോൾ ഇപ്പൊ പോകാതിരിക്കുന്നതും ഫാഷൻ എല്ലാം ഓക്കെ രീതി പോയി. പക്ഷെ അന്ന് കാലത്തൊക്കെ അങ്ങനെയല്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ നല്ലതുപോലെ ചീക്കിയൊക്കെ വയ്ക്കുന്ന ഒരു വകുപ്പൊക്കെ ഇട്ടൊക്കെ വയ്ക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെയാണ് വിവരിക്കുന്നത് അദ്ദേഹം. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. He wanted to make his hair so neat, and also he used the comb. അപ്പോൾ ചീപ്പ് ഉപയോഗിച്ച് തലമുടി നന്നായി ചീകി വെടിപ്പാക്കി വെച്ചു. അപ്പോൾ വിടർന്ന അല്ലെങ്കിൽ പറന്നു കിടന്ന പാറിപ്പറന്ന തലമുടി നല്ലതുപോലെ ചീകി വൃത്തിയാക്കി വെച്ച് സുന്ദരനാക്കാൻ വേണ്ടി. അപ്പൊ കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് അദ്ദേഹം കണ്ടത് തന്റെ തലമുടി പിരിഞ്ഞു കിടക്കുന്നു, അതിനെ ചീകി വൃത്തിയാക്കി. I heard that sound from above. Then again he heard a sound. But we have seen that it was a familiar one, because every day he heard such sound. Rats live there, and they produce a certain sound, and a regular traffic there. നമ്മൾ കണ്ടു സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭീമിലൂടെ പോവുകയാണ്. ഈ വച്ചിരിക്കുന്ന ഉത്തരത്തിലൂടെയും കഴുക്കൂലിലൂടെയും ഒക്കെ കയറി നടന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ in those days I was a great admirer. Pick out the expression and from justify the statement. Then those days I was a great admirer of beauty. അദ്ദേഹം ഒരു ആരാധകൻ, സൗന്ദര്യ ആരാധകൻ എന്നതിന് ഉപോത്ബലകമായി എന്തൊക്കെ കാണിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. we have seen that he had taken the comb and ran it through his hair and adjusted the party so that he looked straight and neat. The next sentence we are going to see. I took a close look at my face in the mirror after combing. I made an important decision. Then he took an important decision. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തു. Now where is he? He was sitting in front of the mirror. In the picture also you can see that. അദ്ദേഹം ആ പിന്നെ നിലക്കണ്ണാടിയുടെ മുന്നിൽ ഇരിക്കുകയാണ്. Then I would shave daily. An important decision. One, I would shave daily. എല്ലാ ദിവസവും ഞാൻ ക്ലീൻ ഷേവ്. ഇന്ന് ഷേവ് ചെയ്യാത്തതാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ നാം കൂടുതൽ കാണുന്നത്. താടി വളർന്നു, താടിക്കാരാണ് കൂടുതൽ. കല്യാണത്തിന് പോലും താടി വെച്ചാണ് പിള്ളേരിന്ന് കല്യാണം. നിങ്ങൾ കണ്ടിരിക്കും മണ്ഡപത്തിൽ കയറുന്നത്. പണ്ട് അങ്ങനെയല്ല, ക്ലീൻ ഷേവ്. കാലം മാറി, രീതി മാറി. ഓക്കെ, ചിലർക്ക് താടി സൗന്ദര്യമുള്ളതാണ്, പക്ഷെ ചിലർക്ക് താടി. Then I will shave daily and grow a thin mustache. All of you know mustache എന്താണ്, എല്ലാവർക്കും പരിചയമാക്കണം.
മേൽമീശ. ഒരു മീശ വേണം. അപ്പോൾ ഡെയിലി ഷേവ് ചെയ്യുക. ആൻഡ് ഗ്രോ ഓൾ ഓഫ് യു നോ ഗ്രോ വളർത്തുക. ഗ്രോ എ തിൻ മുസ്റ്റ, വളരെ ഒരു വര പോലുള്ള നേരിയ മീശ. അത് പണ്ട് കാലത്താണ് ലൈൻ പോലുള്ളത്.